ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും വരും വീക്കിലെ ഒരു പുതിയ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം. അങ്ങനെ നമ്മുടെ സരയു സത്യങ്ങളൊക്കെ അറിയുന്ന ആ ഒരു അടിപൊളി വിശേഷമാണ് ഇനി കാണിക്കാൻ പോകുന്നത് കേട്ടോ. അതെ, സരയുന് ആകെപ്പാടെ ഒരു സംശയം തോന്നുകയാണ്. തന്നെ അടിക്കടി താര വന്ന് കാണുന്നു. താരയ്ക്കാണെങ്കിൽ ഏത് നേരം തൻ്റെ മകളെ കാണണം, പേരക്കുട്ടിയെ കാണണം എന്നുള്ള ചിന്തയേ ഉള്ളൂ. എന്തായിരിക്കും അതിൻ്റെ പിന്നിലെ രഹസ്യം? ഇനി വേറെ വല്ല രഹസ്യവും ഇതിനിടയിൽ ഒളിച്ചിരിക്കുന്നുണ്ടോ? അതുകൊണ്ടാണോ തൻ്റെ അമ്മ എപ്പോഴും ഭ്രാന്ത് പിടിച്ചതുപോലെ നടക്കുന്നത്? ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ എന്നൊക്കെ ആലോചിച്ച് സരയുവിൻ്റെ മനസ്സ് മുഴുവനും ടെൻഷൻ അടിക്കാൻ തുടങ്ങി. ഈശ്വര, ഇനി എൻ്റെ അമ്മയല്ല അതെങ്കിൽ ഇനി ഞാൻ എന്ത് ചെയ്യും? താരയാണ് എൻ്റെ അമ്മയെങ്കിൽ ഞാൻ അവരോട് ഒരുപാട് ദ്രോഹം ചെയ്തതാണല്ലോ. ഇല്ല, ഒരിക്കലും അങ്ങനെ സംഭവിക്കാൻ പാടില്ല. എൻ്റെ അമ്മ ശാരി തന്നെയാണ്. എൻ്റെ അച്ഛനും അമ്മയും അവർ രണ്ടുപേരും അല്ലാതെ വേറെ ആരും അല്ല ഈശ്വര എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. ഈ സമയം നമ്മുടെ സരയുവിനൊരു സംശയം തോന്നി. എന്തായാലും നമുക്കത് DNA ടെസ്റ്റ് തന്നെ എടുത്തു നോക്കാം. എൻ്റെ അമ്മയാണോ ശാരി എന്ന് എനിക്ക് തിരിച്ചറിയണം. ഞാൻ ഇത്രയും നാളും അമ്മയെന്ന് വിളിച്ചത് എൻ്റെ അമ്മയെ തന്നെയാണോ എന്നെനിക്കറിയണം. അതിനൊരൊറ്റ വഴിയേ ഉള്ളൂ, DNA എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ സരയു പതുക്കെ സൂത്രത്തിൽ നമ്മുടെ ശാരിയുടെ അടുത്തേക്ക് ചെല്ലുക. അപ്പോൾ ശാരിയുടെ അടുത്ത് ശാരി ആകെ വിഷമിച്ചിരിക്കുമോ? എന്താ അമ്മ വിഷമിച്ചിരിക്കുന്നേ? ഒന്നുമില്ല മോളെ, മനസ്സിന് വല്ലാത്ത സങ്കടം. എന്താണെന്നറിയില്ല, മനസ്സ് ആകെ തളർന്നു പോവുക. ആരും ഇല്ലാത്ത പോലെ ഒരു തോന്നല്. അതെന്തിനാ അമ്മയ്ക്ക് അങ്ങനെ ഒരു തോന്നല്? അമ്മയ്ക്ക് ഞാനില്ലേ, അച്ഛനില്ലേ, എൻ്റെ മനുവേട്ടനില്ലേ, പിന്നെ എൻ്റെ കുഞ്ഞില്ലേ അമ്മേ? ഇതൊക്കെ അമ്മയുടെ സ്വന്തമല്ലേ? സ്വന്തങ്ങളൊക്കെ പെട്ടെന്നൊരു ദിവസം ഇല്ലാതായി പോകുമെന്നുള്ളൊരു പേടി ഇപ്പോഴും മനസ്സിലുണ്ട് മോളെ. അത് കേട്ടതും അതെന്തിനമ്മ അങ്ങനെ പേടിക്കുന്നേ? അങ്ങനെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെ സ്വന്തങ്ങളൊന്നും അമ്മയായിട്ടേച്ച് പോകത്തുമില്ല എന്നും സരയു പറയുകയാണ്. അത് കേട്ടതും നമ്മുടെ ശാരി, എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ദൈവത്തിന് മാത്രമല്ലേ അറിയൂ. ഞാൻ ഒരുപാട് ദ്രോഹം ചെയ്തിട്ടുണ്ട് മോളെ, നിൻ്റെ ആൻറ്റിയോട്, നിൻ്റെ അച്ഛൻ്റെ കൂടെ ചേർന്ന്. അതുകൊണ്ടായിരിക്കും ദൈവം എനിക്കിപ്പോൾ ഇങ്ങനൊരു വിധി തന്നത്. എല്ലാം കൊണ്ടും ഞാൻ ആകെ തളർന്നു പോയി മോളെ, തകർന്നിരിക്കുക, ജീവിക്കാൻ തന്നെ തോന്നുന്നില്ല എന്നൊക്കെ പറയുവാണ്. ഈ സമയം സരയുവിന് ആകെ മൊത്തത്തിൽ എന്ത് ചെയ്യണമെന്നറിയാതെ ടെൻഷനായി. ഈശ്വര, ഇനിയിപ്പം ഞാൻ എന്താ ചെയ്യുക? അമ്മയോട് എങ്ങനെയാ കാര്യങ്ങൾ സംസാരിക്കുക? അമ്മയറിയാതെ അമ്മയുടെ മുടിയെടുക്കണം എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ സരയു ഇങ്ങനെ ഇരിക്കുക. അങ്ങനെ അമ്മയുടെ തല പോലും ചെയ്യാനുള്ള സമയം അമ്മക്കില്ലേ അമ്മേ? നോക്കിയേ, അമ്മ ആകെ മൊത്തം ഒരു പ്രാന്തിയെ പോലെയാണല്ലോ ഇരിക്കുന്നത്. സത്യത്തിൽ ഞാനിപ്പോൾ ഒരു പ്രാന്തി തന്നെയാണ് മോളെ. മനസ്സിന് ഒട്ടും സന്തോഷമില്ല, സമാധാനമില്ലാത്ത ഈ ജീവിതം. അതെ, ഇത് ജീവിതം ജീവിക്കുന്നതിനേക്കാൾ നല്ലത് മരിക്കുന്നതാ മോളെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ശാരി ഇങ്ങനെ ഇരിക്കുക. വാ, അമ്മയ്ക്ക് ഞാൻ തല ചീകി തരാം എന്നും പറഞ്ഞുകൊണ്ട് സരയു ചീപ്പെടുത്ത് ശാരിക്ക് തലയൊക്കെ ചീകി കൊടുക്കുക. ഇപ്പോൾ എന്താ നിനക്ക് പെട്ടെന്നൊരു സ്നേഹം? ഇത്രയും ദിവസം മനുവിനെ ഞാൻ അങ്ങനെയൊക്കെ പറയുന്നു എന്ന് പറഞ്ഞ് നിനക്ക് എന്നോട് ഭയങ്കര ദേഷ്യമായിരുന്നല്ലോ. അത് പിന്നെ അമ്മേ, എൻ്റെ മനുവേട്ടനെ കുറിച്ച് അമ്മയ്ക്ക് അറിയാലോ. ലോകത്ത് ഒരു ഭർത്താക്കന്മാരും ഭാര്യമാരെ ഇങ്ങനെ സ്നേഹിച്ചിട്ടുണ്ടാവില്ല. എന്നാൽ എൻ്റെ മനുവേട്ടൻ എന്നെ സ്നേഹിക്കുന്നത് ആത്മാർത്ഥമായിട്ടാണ്. അമ്മ തന്നെ കണ്ടിട്ടുള്ളതല്ലേ, എത്രയൊക്കെ വലിയ വലിയ ബിസിനസ്സുകളൊക്കെ വിട്ടിട്ടാ മനുവേട്ടൻ ഇവിടെ വന്ന് സന്തോഷത്തോടെ എന്നെ നോക്കുന്നത്. ഏതെങ്കിലും ഭർത്താക്കന്മാർ ചെയ്യോ? പൈസയാണ് പ്രാധാന്യമെന്നും പറഞ്ഞ് അവർ പോകില്ല അമ്മേ. പക്ഷേ ഇവിടെ മനുവേട്ടൻ ഇത്രയും മാസമായിട്ട്, 1 വർഷം കഴിഞ്ഞിട്ട് പോലും എൻ്റെ അടുത്ത് തന്നെയാണ് നിൽക്കുന്നത്. അവിടെ ഇത്രയും വലിയ ബിസിനസ്സൊക്കെ ഉണ്ടായിട്ട് ജോലിക്കാരെ ഏൽപ്പിച്ചിട്ടാണ് മനുവേട്ടൻ ഇവിടെ വന്ന് നിൽക്കുന്നത്. അങ്ങനെയുള്ളപ്പോൾ അച്ഛനും അമ്മയും കൂടെ ചേർന്ന് മനുവേട്ടനെ എങ്ങനെ വിഷമിപ്പിക്കുന്നത് ശരിയല്ലമ്മേ എന്നൊക്കെ പറയുക. ഈശ്വര, അവനൊരു ബിസിനസ്സുകാരനും അല്ല. ബിസിനസ് ഉണ്ട്, പെണ്ണ് കെട്ടുന്ന ബിസിനസ്. 6 മാസം ഇവിടെ, 1 വർഷം അവിടെ, 1.5 വർഷം ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ അവൻ കഴിഞ്ഞു പോവുകയാണല്ലോ. എൻ്റെ ദൈവമേ, ഇത് ഞാൻ എൻ്റെ മോളെ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കും? എൻ്റെ മോളോട് ഇതിപ്പോൾ പറഞ്ഞാൽ എൻ്റെ മോളാകെ തകർന്നു പോകുമല്ലോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ ശാരി വിഷമിച്ചിരിക്കുക. അമ്മ ഇരിക്കേ എന്നും പറഞ്ഞ് നമ്മുടെ സരയു തല ചീകുവാണ്. തല ചീകി നല്ല അമ്മക്കെട്ടൊക്കെ ഇട്ട് കൊടുത്തിട്ട് സരയു ഇങ്ങനെ ചിരിച്ചും കളിച്ച് സംസാരിച്ചുകൊണ്ടൊക്കെ ഇരിക്കുക. ആ സമയത്ത് ശാരി അറിയാതെ സരയു ശാരിയുടെ മുടി ചീപ്പിൽ നിന്നും എടുത്തു. അതിനുശേഷം അത് മറച്ചു പിടിച്ചു. ദേ അമ്മേ, ഇനിയെങ്കിലും ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത് അവസാനിപ്പിക്കണം. അമ്മയും അച്ഛനും ഇങ്ങനെ വിഷമിക്കുമ്പോൾ എനിക്കാണ് സങ്കടം കൂടുതൽ. കാരണം എല്ലാവരെക്കാളും ഭാഗ്യവതി ഞാനാണെന്നാണ് ഞാൻ കരുതിയിരുന്നത്. എൻ്റെ അച്ഛനും അമ്മയും അങ്ങനെയാ എന്നെ നോക്കിയിരുന്നത്. അത്രയ്ക്ക് എന്നെ സ്നേഹിച്ചിട്ടുണ്ട്. ഇപ്പം നിങ്ങളുടെ ഒന്നും സ്നേഹം കിട്ടാതായപ്പോൾ എനിക്ക് ഒരുപാട് സങ്കടം തോന്നുക. ഇങ്ങനെയൊന്നും ചെയ്യരുത് അമ്മേ
എനിക്ക് നല്ല സങ്കടമുണ്ട്. ഇല്ല മോളെ, അമ്മയ്ക്ക് ഇനി പഴയതുപോലെ ആവാൻ പറ്റില്ല. അത്രയ്ക്ക് വിഷമമുണ്ട്. അതെന്തുകൊണ്ടാന്ന് ഞാൻ നിനക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ല. അമ്മയുടെ വിഷമം എന്താന്ന് നിനക്ക് പിന്നീട് പതുക്കെ മനസ്സിലായിക്കോളും എന്നൊക്കെ പറയുകയാണ് ഈ സമയം. അതെ അമ്മേ, എനിക്കെല്ലാം മനസ്സിലാവും, എല്ലാം മനസ്സിലാകണം. അതിനു വേണ്ടിയാണ് ഞാൻ കാത്തിരിക്കുന്നത്. എന്തായാലും എല്ലാം മനസ്സിലാക്കാൻ വേണ്ടി തന്നെയാണ് ഞാൻ പോകുന്നത് എന്നും പറഞ്ഞുകൊണ്ട് സരയു നേരെ റൂമിലേക്ക് പോവുക. എന്നിട്ട് പെട്ടെന്ന് തന്നെ ഡ്രസ്സൊക്കെ മാറിയിട്ട് ശാരിയോട് പറയുക, അമ്മേ ഞാനൊന്ന് പുറത്തു പോവുക. എവിടെ പോവാ മോളെ? എൻ്റെ ഒരു ഫ്രണ്ടിനെ കാണാനാ അമ്മേ. എത്ര നാളെന്ന് വെച്ചാൽ ഈ വീട്ടിൽ തന്നെ ഇങ്ങനെ അടഞ്ഞിരിക്കുന്നേ, ഇത് തന്നെ ഒരു ബോറടിയാണേ എന്നും പറയാണ്. ആ എന്നാൽ ശരി മോള് പോയിട്ട് വാ. കുഞ്ഞിനെ നോക്കിക്കോളൂ അബേ. ഞാൻ നോക്കിക്കോളാം, പോയിട്ട് വാ മോളെ. അത് കേട്ടതും സരയു പെട്ടെന്ന് തന്നെ റെഡിയായിട്ട് പോവുക. എന്നിട്ട് എടി എനിക്ക് നിന്നെ ഒന്ന് കാണണം. എന്താ വരാടി? എവിടെ വന്നാൽ? ഇന്ന സ്ഥലത്ത് വന്നാൽ മതി എന്നും പറയാണ്. അങ്ങനെ കൂട്ടുകാരത്തി സരയുവിനെ കാണാനെത്തി. അതൊരു ഡോക്ടറായിരുന്നു. അപ്പോൾ കൂട്ടുകാരത്തിനോട് സരയു പറയുക, അതെ എനിക്കൊരു കാര്യം അറിയണം. എന്താടി? എന്തായാലും പറഞ്ഞോ. ഇത്രയും വർഷങ്ങൾക്ക് ശേഷം നീ ആദ്യമായിട്ട് എന്നോടൊരു കാര്യം ആവശ്യപ്പെട്ടിരിക്കുക. അപ്പം എനിക്ക് ചെയ്തു തരാതിരിക്കാൻ പറ്റുമോ? എന്ത് വേണേലും പറഞ്ഞോ, ഞാൻ ചെയ്തു തരാം. അതെ, ഇത് കുറച്ച് മുടിനാരിഴയാണ്. ഇതെന്തിനാ സറിയും? ഇത് രണ്ടും ഒരമ്മയുടെ മകളുടെ മുടിനാരിഴയാണ്. ഇത് രണ്ടും DNA ടെസ്റ്റിന് കൊടുക്കണം. എന്നിട്ട് DNA പരിശോധനയിൽ ഇവർ രണ്ടൊരു അമ്മയും മകളും ആണോ എന്ന് എനിക്കറിയണം. അത് കേട്ടതും ഇതാരുടേതാ? അതെൻ്റെ ഒരു ഫ്രണ്ടിൻ്റെയാ. ഓ, നിനക്ക് ഞാനറിയാത്ത ഫ്രണ്ടോ? പുതിയ ഫ്രണ്ടാടി. നീ ഒന്ന് അന്വേഷിക്കും പ്ലീസ്. അവൾക്ക് ഭയങ്കര സങ്കടവും സംശയമുണ്ട്. എങ്ങനെയെങ്കിലും അവളുടെ അമ്മയാണോ അത് അടുത്തുള്ളതെന്ന് അവൾക്കൊരു സംശയം. അവളുടെ അമ്മയല്ല എന്നറിഞ്ഞാൽ അവൾക്ക് ഭയങ്കര സങ്കടമാവും. പക്ഷെ എന്നാലും സത്യങ്ങൾ അറിയാതിരുന്നിട്ടും അവൾക്കൊരു സമാധാനമില്ല. അതുകൊണ്ടാണ് അവൾ എന്നോട് പറഞ്ഞത് DNA എടുക്കാൻ. അത് കേട്ടതും അതിനെന്താ, ഞാൻ നോക്കിത്തരാടി. പിന്നെ നാളെ ഇത് വേറെ പ്രശ്നമൊന്നും ആവില്ലല്ലോ അല്ലേ? ഏയ്, ഒരു പ്രശ്നമാവില്ല. ധൈര്യമായിട്ട് പോടി, ഞാനുണ്ടല്ലോ. നീ എന്തിനാ പേടിക്കുന്നേ? നീ പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാൻ ഇത്ര റിസ്ക് എടുക്കുന്നത് കേട്ടോ. ശരിയടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ പോവുകയാണ്. ഈ സമയം സരയു നേരെ അമ്പലത്തിലേക്ക് പോയി. എന്നിട്ട് ദൈവങ്ങളോട് പ്രാർത്ഥിക്കുക, ഈശ്വര ഒരിക്കലും എൻ്റെ അമ്മയല്ലാതാകരുത്. ആ അമ്മയാ ഞാൻ അമ്മയെന്ന് വിളിച്ചത്. സ്വന്തം അമ്മയാണെന്ന് കരുതി ഇത്രയും നാളും എൻ്റെ അമ്മയുടെ കൂടെ നടന്നതും എൻ്റെ അമ്മയുടെ മടിയിലിരുന്ന് കിടന്നതും ഉറങ്ങിയതും ഇരുന്നതും ഒക്കെ ഞാൻ ഓർക്കുന്നു. ദൈവമേ, കുഞ്ഞുനാൾ മുതലേ എന്നെ ലാളിച്ചതും എന്നെ പാലൂട്ടിയതും ഒക്കെ എൻ്റെ ശാരി അമ്മയാണ്. അങ്ങനെയുള്ളപ്പോൾ ഒരിക്കലും ആ അമ്മ മാറാൻ പാടില്ല. ഞാൻ സംശയിക്കുന്നത് പോലെ തെരുവിൽ അലഞ്ഞു നടന്ന താരയായിരിക്കരുത് എൻ്റെ അമ്മ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ സരയു പ്രാർത്ഥിക്കുകയാണ്. എന്ത് ചെയ്യണമെന്നറിയാതെ. ഈ സമയം പിന്നീട് നമ്മുടെ ശാരിയാണ് കാണിക്കുന്നത്. ശാരിയാണെങ്കിൽ കുഞ്ഞിനെ എങ്ങനെയെങ്കിലും ഭിക്ഷക്കാരന് കൊടുക്കാന്നുള്ള തയ്യാറെടുപ്പില്ല. അതെ, ഒരിക്കലും മനോഹർ സരയുവിനെ ഇട്ടേച്ചു പോയാൽ ആ കുഞ്ഞ് സരയുനൊരു ബാധ്യതയാവും. അതുകൊണ്ട് തന്നെ ആ കുഞ്ഞിനെ ഏതെങ്കിലും ഒരു ഭിക്ഷക്കാരി കൊടുക്കണം, ഇല്ലെങ്കിൽ കൊല്ലണം. അപ്പോൾ അന്വേഷിച്ച് വന്നപ്പോൾ ഒരു ഭിക്ഷക്കാരനെ കണ്ടുപിടിക്കുകയും ചെയ്തു. കുഞ്ഞിനെ അവരുടെ കയ്യിലേക്ക് കൊടുക്കാമെന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ സംസാരിച്ചൊക്കെ ഇരിക്കുക. ഈ സമയം സരയുവിനെ ആ കൂട്ടുകാരത്തി ഫോൺ വിളിക്കുക. ഹലോ സരയു. എന്താടി? സരയു നീ ഒന്ന് എൻ്റെ അടുത്ത് വരവാ. ശരി ഞാൻ വരാടി എന്നും പറഞ്ഞുകൊണ്ട് സരയു ഫോൺ കട്ട് ചെയ്യുക. അപ്പോഴേക്കും സരയു അങ്ങോട്ട് ചെന്നു. എന്തായി? സത്യമായിട്ടും ആ മുടിനാരിഴകളിൽ തന്നെ ഉള്ള ആൾക്കാരല്ലേ അമ്മയും മകളും? ഏയ്, ഒരിക്കലും അല്ലടി. നീ തന്ന 2 മുടിനാരിഴകളും നന്നായിട്ട് പരിശോധിച്ചു. അത് അമ്മയുടെയും മകളുടെയും അല്ല. 2 പേർക്കും ഒരു ബന്ധവും ഇല്ല. അത് കേട്ടതും സരയു ഞെട്ടിപ്പോയി. എന്താടി നീ പറഞ്ഞേ? അതെ സരയു, സത്യം ഞാൻ പറഞ്ഞത്. 2 പേർക്കും ഒരു ബന്ധവും ഇല്ല. ഞാൻ 2-3 പ്രാവശ്യം ടെസ്റ്റ് ചെയ്തു. അത് കേട്ടതും ഈശ്വര, നീ സത്യമാണോ പറയുന്നേ? സത്യം പറയുന്നേ? എന്താ സരയു, എന്താണേലും പറ. ഇതിൻ്റെ പിന്നിൽ ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവോ? ഇല്ല, നിനക്കൊരു പ്രശ്നം ഉണ്ടാവില്ലടി. ശരി എന്നാ ഞാൻ പോട്ടെ എന്നും ചോദിക്കുക. ശരി സരയു. എന്താ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ? ശരിയടി, നിന്നെ വിളിച്ചോളാം. ശരി എന്നും പറഞ്ഞ് സരയു അങ്ങ് പോവുക. അങ്ങനെ സരയു കാറിലിരുന്ന് കുറേ കരഞ്ഞു. ഈശ്വര, അപ്പം എൻ്റെ അമ്മ താരയാണോ? അങ്ങനെയെങ്കിൽ ഞാൻ അവരെ തള്ളിയിട്ടിട്ടുണ്ട്. അവരെന്തുമാത്രം ദ്രോഹിച്ചിട്ടുണ്ട്. ഒരിക്കലും താരയെ എനിക്ക് അമ്മയെന്ന് വിളിക്കാൻ കഴിയില്ല. എൻ്റെ അമ്മയെന്ന് വിശ്വസിച്ച് ഞാൻ കൂടെ നടന്നത് എൻ്റെ കൂടെയുള്ള ഇപ്പോഴത്തെ അമ്മയാണ്. അല്ലാതെ പെട്ടെന്ന് സുപ്രഭാതത്തിൽ പൊട്ടി മുളച്ച് വന്ന ആ താരയല്ല. അങ്ങനെയുള്ളപ്പോൾ താര എൻ്റെ അമ്മയല്ല
എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കരഞ്ഞുകൊണ്ടും സരയു വീട്ടിലേക്ക് ചെല്ലുകയാണ്. ഈ സമയം വീട്ടിൽ തിരിച്ചെത്തിയ സരയു ഭയങ്കര സങ്കടത്തോടെ ഇങ്ങനെ ഇരിക്കുക. എവിടെ നോക്കിയാലും താടിക്കൈ കൊടുത്ത് ഇങ്ങനെ ഇരിക്കുന്നു. ആകെ സങ്കടപ്പെട്ട് സോഫയിലും കട്ടിലേലും ഒക്കെ ഇങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ നമ്മുടെ ശാരി ഇവളെന്താ പുറത്തു പോയപ്പോൾ നല്ല സന്തോഷത്തോടെയാണല്ലോ പോയത്, തിരിച്ചു വന്നത് ആകെ സങ്കടപ്പെട്ടും എന്താ പറ്റിയേ, ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ സരയുവിനെ തന്നെ നോക്കുക. അപ്പോൾ സരയു പൂജാമുറിയിലേക്ക് പോയി. അവിടെ അത് കണ്ടതും ശാരി ഞെട്ടുക. പൂജാമുറിയിലേക്ക് കയറാത്തവളാ, ഇന്ന് പൂജാമുറിയിലും പോയിരിക്കുന്നു, എന്തായിരിക്കും എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക. അപ്പോൾ സരയു എന്തിനാ ഇങ്ങനെ ഞാൻ ജീവിച്ചിരിക്കുന്നത്, എനിക്കിനി ഏക ആശ്രയം എൻ്റെ മനുവേട്ടനും എൻ്റെ കുഞ്ഞുവാ. എനിക്ക് അറിയില്ല ആരെ സ്നേഹിക്കണം, ആരെ തള്ളും, ആരെ കൊള്ളുമെന്ന് എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല. എൻ്റെ അമ്മയായ താരയാണോ ഇത്രയും നാളും എന്നെ വളർത്തി വലുതാക്കിയ എൻ്റെ ഇപ്പോഴുള്ള അമ്മയാണോ എനിക്കെല്ലാം? എൻ്റെ ഈശ്വര, എനിക്കൊരു ഡിസൈഡും ചെയ്യാൻ പറ്റുന്നില്ല, എന്ത് ചെയ്യണമെന്ന് ഓർത്തിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല. ദൈവങ്ങളെ, നീ തന്നെ എനിക്കൊരു ഉത്തരം താ. എനിക്കിനി ആരുണ്ട്? സ്വന്തമെന്ന് കരുതിയവരൊക്കെ എൻ്റെ സ്വന്തമല്ല എന്ന് തെളിയുമ്പോൾ ഞാൻ എന്ത് ചെയ്യണം? ആത്മഹത്യ ചെയ്യണോ? ഏയ് എന്തിന്? എൻ്റെ മനുവേട്ടനുണ്ട്, എനിക്കെൻ്റെ സ്വന്തം എന്ന് പറയാൻ എൻ്റെ കുഞ്ഞുണ്ട്. അങ്ങനെയുള്ളപ്പോൾ ഞാൻ എന്തിനാ ആത്മഹത്യ ചെയ്യുന്നത്? അതേ പ്രേക്ഷകരെ, ഇവിടെ സരയു അറിയുന്നില്ല സരയു സ്നേഹിച്ച മനോഹറും പെരുങ്കള്ളനാണെന്ന്. അതും കൂടെ സരയു അറിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഇത്രയും നാളും ചെയ്ത എല്ലാ പാപങ്ങളും നമ്മുടെ സരയുവിന് തിരിച്ചടിയായിട്ട് തന്നെ മാറും. സരയു ചെയ്ത ഓരോ ക്രൂരതകളും, കല്യാണിയെ കൊല്ലാൻ നോക്കിയതിൽ തുടങ്ങി അവസാനം വരെ ഇപ്പോൾ ഈ ഇടയ്ക്ക് ചെയ്ത കാര്യം വരെ നമ്മുടെ സരയുവിന് വലിയൊരു ശാപമായിട്ട് തന്നെ തലയിൽ നിൽക്കുകയാണ്. ഇത്രയൊക്കെ അറിഞ്ഞ സരയുവിന് ചങ്ക് പൊട്ടി കരയാന്നല്ലാതെ വേറെ വഴിയില്ല. സരയു കുഞ്ഞിനെ എടുത്ത് നെറ്റിൽ ഉമ്മയൊക്കെ കൊടുത്തു. എന്നിട്ട് മനോഹറിനെ കെട്ടിപ്പിടിച്ചു, പൊട്ടിക്കരഞ്ഞു. എന്താ മോളെ, മോളിനെന്താ പറ്റിയേ? മനുവേട്ട, എനിക്ക് ആരുമില്ല മനുവേട്ട, എൻ്റെ മനുവേട്ടനും നമ്മുടെ മോളും അല്ലാതെ എനിക്ക് വേറെ ആരുമില്ല. ഇത്രയും നാളും സ്വന്തമെന്ന് കരുതിയതൊക്കെ വെറുതെയാ മനുവേട്ട, വെറുതെ എന്നൊക്കെ പറയണം. അത് കേട്ടതും നിനക്ക് എന്താ പറ്റിയേ, എന്താ മോളൂ എന്നൊക്കെ ചോദിക്കുകയാണ്. മനുവേട്ട, ഞാനൊരു സത്യം പറയാം, അത് വേറെ ആരോടും പറയരുത്. ശരി, എന്താണേലും പറ മനുവേട്ട. എൻ്റെ അമ്മ നിൻ്റെ അമ്മ എൻ്റെ അമ്മ താരയാ മനുവേട്ട. അത് കേട്ടതും ദൈവമേ, ഇവള് സത്യങ്ങളൊക്കെ അറിഞ്ഞോ? ഇത് വെച്ചാണ് ആ ശാരിയെ പേടിപ്പിക്കുന്നത്. ഇതിപ്പോൾ ഇനിയിപ്പോൾ എന്താ ചെയ്യുക? അമ്മായിയമ്മയെ എങ്ങനെ പേടിപ്പിക്കും എന്നൊക്കെ ആലോചിച്ച് മനോഹർ തലയും ചൊറിഞ്ഞിങ്ങനെ നിൽക്കുക. മനുവേട്ടൻ എന്താ ഷോക്കാകത്തെ? അത് കേട്ടതും ഓ അത്രയേ ഉള്ളോ? അത് ഞാൻ നേരത്തെ അറിഞ്ഞതാ സരയു. എന്ത്? അതെ സരയു, എനിക്ക് നേരത്തെ അറിയായിരുന്നു. പിന്നെ നിൻ്റെ അമ്മയെ വിഷമിപ്പിക്കണ്ടല്ലോ എന്ന് കരുതിയേട്ടാ ഞാനത് നിന്നോട് പറയാതിരുന്നത്. അതുമല്ല, ഞാനത് പറഞ്ഞിരുന്നെങ്കിൽ നീ വിശ്വസിക്കായിരുന്നോ? ഇല്ല മനുവേട്ട, വിശ്വസിക്കില്ലായിരുന്നു. പക്ഷേ ഇപ്പം എനിക്ക് ബോധ്യപ്പെട്ടു, എൻ്റെ അമ്മ ഇപ്പം എൻ്റെ കൂടെയുള്ളവരല്ല എന്ന്. എനിക്കിവിടെ ആരുമില്ല മനുവേട്ട, മനുവേട്ടനും എൻ്റെ കുഞ്ഞും അല്ലാതെ വേറെ ആരുമില്ല എന്നും പറഞ്ഞ് സരയു മനോഹറിൻ്റെ നെഞ്ചത്ത് ചാരി കടന്ന് കരയുക. സാരില്ല മോളൂ, എല്ലാം ശരിയാവും. ദേ മോള് ധൈര്യമായിട്ടിരിക്കെ. എന്തായാലും ഇനി മോളുവിൻ്റെ ജീവിതത്തിൽ സന്തോഷം മാത്രമേ ഉണ്ടാവൂ. എങ്ങനെ ഞാൻ സന്തോഷിക്കും? ഇത്രയും നാളും സ്വന്തമെന്ന് കരുതിയവരൊക്കെ എൻ്റെ രക്തം പോലും അല്ല എന്ന് ചിന്തിക്കുമ്പോൾ എനിക്ക് ചാകാനാ മനുവേട്ട തോന്നുന്നേ. പിന്നെയും എൻ്റെ മനുവേട്ടനുള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ സഹിച്ച് ക്ഷമിച്ച് നിൽക്കുന്നത്. എല്ലാം കൊണ്ടും എനിക്ക് ഭയങ്കര സങ്കടം മനുവേട്ട, എന്ത് ചെയ്യണമെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല മനുവേട്ട എന്നൊക്കെ പറഞ്ഞ് കരയെ. വിഷമിക്കണ്ട മോളെ, എല്ലാം ശരിയാവും. മോളുവിൻ്റെ അമ്മ എല്ലാം മറച്ചു പിടിച്ചിട്ടുണ്ട്. മോളുവിൻ്റെ അമ്മ ആർക്കും വിട്ടുകൊടുക്കില്ല, ആ താരയ്ക്ക് പോലും. പക്ഷേ എൻ്റെ അമ്മയെന്ന് അറിഞ്ഞിട്ടും എനിക്ക് അവരെ പോയി കാണാൻ തോന്നുന്നില്ല മനുവേട്ട. എൻ്റെ അമ്മ ശാരിയാണ്, രാഹുലാണ് എൻ്റെ അച്ഛൻ. അത് കേട്ടതും അല്ലെങ്കിലും രാഹുൽ തന്നെയാണ് നിൻ്റെ അച്ഛൻ, അമ്മ മാത്രം മാറിപ്പോയിട്ടുള്ളൂ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് മനോഹർ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ നമ്മുടെ ശാരി വന്നിട്ട് സരയുവിനോട് ചോദിക്കുക, മോളെ എന്താ നീ ഇവിടുന്ന് പുറത്ത് പോകുന്ന വരെ നിനക്കൊരു കുഴപ്പമുണ്ടായിരുന്നില്ലല്ലോ, പോയിട്ട് തിരിച്ചു വന്നപ്പോൾ എന്താ ഇത്രയും വിഷമം, എന്താ പറ്റിയേ എന്ന് ചോദിക്കുകയാണ്. അത് കേട്ടതും നിറകണ്ണുകളോടുകൂടെ സരയു ശാരിയെ തുറച്ചു നോക്കി. എന്നിട്ട് വീണ്ടും പൊട്ടിക്കരഞ്ഞു. മോളെ എന്താ പറ്റിയെന്ന് പറ, എന്താ നിൻ്റെ പ്രശ്നം? എൻ്റെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പരിഹരിച്ച് തരാൻ പറ്റുമോ എന്ന് പറയാമേ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സരയു ശാരിയോട് ചോദിക്കുകയാണ്. അത് കേട്ടതും ശാരി ഞെട്ടി. ഇതെന്താ ഇത്രയും നാളും ഇവള് ഇങ്ങനെയൊന്നും സംസാരിച്ചിട്ടില്ലല്ലോ, ഇത്രയും നാളും
ഞാനായിരുന്നു എല്ലാം തകർന്നു നടന്നത്. ഇപ്പം എൻ്റെ മോളായി. ദൈവമേ, ഇനി ഇവളും അറിഞ്ഞോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ശാരി സരയുവിൻ്റെ മുഖത്തേക്ക് നോക്കുക. എന്താ, ഞാൻ ചോദിച്ചതിന് മറുപടിയില്ലേ? എൻ്റെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ അമ്മ പരിഹരിക്കുമെന്നാണ് ഞാൻ ചോദിച്ചത്. പറ, അമ്മ പരിഹരിക്കോ ഇല്ലയോ എന്നും ചോദിക്കുകയാണ് നമ്മുടെ സരയു. അത് കേട്ടതും ശരി, മോളെ നീ കാര്യം എന്താന്ന് പറയാതെ. എന്തായാലും ഞാൻ ഇത്രയ്ക്ക് പ്രതീക്ഷിച്ചില്ല. എൻ്റെ ജീവിതത്തിൽ ഇത്രയും വലിയൊരു തിരിച്ചടി കിട്ടുമെന്ന് ഞാൻ എൻ്റെ ജീവിതത്തിൽ പോലും കരുതിയില്ല. ഈശ്വരന്മാരെല്ലാം എന്നെ തോൽപ്പിച്ചു കളഞ്ഞു എന്നും പറഞ്ഞുകൊണ്ട് സരയു പൊട്ടിക്കരയാണ്. അപ്പം ഇതിനേക്കാൾ ഡബിൾ മടങ്ങ് അടിപൊളി വിശേഷമാണ് ഇനി നടക്കാൻ പോകുന്നത്. എല്ലാവരും കാത്തിരിക്കുക. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ. താങ്ക് യു ഫ്രണ്ട്സ്.